നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വയനാട് ദുരന്ത ബാധിതർക്ക് വീടൊരുങ്ങുന്നു. മാതൃകാ ടൌൺഷിപ്പിന് തറക്കല്ലിട്ട് മുഖ്യമന്ത്രി. കേന്ദ്ര സഹായം ഒന്നും ലഭിച്ചില്ല, കിട്ടിയത് വായ്പ മാത്രമെന്ന് പിണറായി വിജയൻ. നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി. ദുരന്ത ബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ കാലതാമസമുണ്ടായതായി പ്രതിപക്ഷ നേതാവ്. അടിപൊളി പൊളിച്ചടുക്കി ഒരു ഇംഗ്ലീഷ് പടം കണ്ടിറങ്ങുന്ന ഫീലായിരുന്നു. ഇനി ലാലേട്ടന്റെ യുഗമാണ്. തിയേറ്ററുകൾ ഇളക്കി മറിച്ച് എമ്പുരാൻ നെഞ്ചേറ്റിയ ആരാധകർ. സിനിമയ്ക്കെതിരെ സംഘപരിവാർ സംഘടനകൾ രംഗത്ത്. തമിഴ് സൈറ്റിൽ വ്യാജ പതിപ്പിറങ്ങി. സംസ്ഥാനത്തെ സ്കൂൾ പ്രവേശന പ്രായം 6 വയസ്സാക്കി ഉയർത്തും. 2026-27 അധ്യയന വർഷം മുതൽ നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് 5 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. പുതിയ അധ്യയന വർഷത്തിൽ പുതിയ നിരക്ക് നടപ്പാക്കണമെന്നാവശ്യം. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘാംഗങ്ങൾക്ക് HIV ബാധ. പകർന്നത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരിമരുന്ന് കുത്തിയവർക്കെന്ന് നിയമം. താനൂരിൽ MDMA വാങ്ങാൻ പണം നൽകാത്തതിന് യുവാവ് മാതാപിതാക്കളെ ആക്രമിച്ചു. തിരുവനന്തപുരത്ത് ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ കുടിപ്പകയിൽ ഒരാളെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. 2 പേർ കസ്റ്റഡിയിൽ. കൊല്ലപ്പെട്ടത് കൊലപാതക ശ്രമത്തിന് ജാമ്യത്തിലിറങ്ങിയ ജിം സന്തോഷ്. വവ്വാക്കാവിൽ സന്തോഷിന്റെ സുഹൃത്തിനെ വെട്ടിയതും ഇതേ സംഘമെന്ന് പോലീസ്. ഞാൻ ഈ കാര്യത്തിൽ ടീച്ചറോട് പറയേണ്ടത് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് പരിപൂർണമായിട്ടുള്ള വിഷമങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും, ഇല്ലേ ടീച്ചറെ? അപ്പൊ ടീച്ചറും ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. PK ശ്രീമതിക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. വിവാദമായത് ശ്രീമതിയുടെ മകന് മരുന്ന് കമ്പനിയുണ്ടെന്ന പരാമർശം. നിയമ നടപടികൾ അവസാനിപ്പിക്കുന്നതായി PK ശ്രീമതി. ഇത്രയും പ്രമുഖമായ ചാനലുകളുടെ എല്ലാം മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഖേദം തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിനോട് എനിക്ക് അതിന് നന്ദിയുണ്ട്. അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായല്ലോ. നിയമസഭയിലെ വിമർശനത്തിന് സ്പീക്കർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി KT ജലീൽ. ലീഗ് കോട്ടയിൽ നിന്ന് ജയിച്ചത് കൊണ്ട് ഉശിരു കൂടുമെന്ന് ജലീൽ. മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് മനസ്സിലാകില്ലെന്നും പരിഹാസം. രാഹുൽ ഗാന്ധിക്കെതിരായ സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് MPമാർ ഓം ബിർളയ്ക്ക് പരാതി നൽകും. പ്രിയങ്കയോട് രാഹുൽ വാത്സല്യം പ്രകടിപ്പിക്കുന്ന വീഡിയോ പ്രചരിപ്പിക്കുന്നതിലും അതൃപ്തി. കൊടകര കുഴൽപ്പണക്കേസിലെ ED കുറ്റപത്രം ലോക്സഭയിൽ ഉന്നയിച്ച് കോൺഗ്രസ്. വാർത്തയിലേക്ക് വിശദമായി. ഇളക്കി മറിച്ച് എമ്പുരാൻ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നു തന്നെയായിരുന്നു എമ്പുരാന്റെ റിലീസ്. എമ്പുരാന്റെ വ്യാജ പതിപ്പിറങ്ങി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. തമിഴ് സൈറ്റുകളിലാണ് സിനിമ പ്രത്യക്ഷപ്പെട്ടത്. മലയാള പതിപ്പാണ് ചോർന്നത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, മലയാള സിനിമയ്ക്ക് തന്നെ കരുത്ത് പകരുന്ന ചിത്രമാകും എമ്പുരാൻ. ആ പ്രതീക്ഷയോടുകൂടി സിനിമാ ഇൻഡസ്ട്രി മുഴുവൻ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകളാണ് ചിത്രം പുറത്തിറങ്ങിയ ആദ്യ ദിവസം തന്നെ പുറത്തുവരുന്നത്. സിനിമയെ വലിയ രീതിയിൽ ബാധിക്കും. അണിയറ പ്രവർത്തകരുടെ ഉൾപ്പെടെയൊക്കെ ആശങ്കയിലാക്കുന്നുണ്ടോ ഈ സാഹചര്യം? എന്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? രേണുക, സിനിമയുടെ ആദ്യ ദിവസം
ഏറെ പ്രതീക്ഷയോടെയാണ് എമ്പുരാന്റെ റിലീസ് മലയാള സിനിമാ ലോകം കാത്തിരുന്നത്. മലയാള സിനിമാ ലോകം മാത്രമല്ല, ലോക സിനിമയിൽ തന്നെ ഒരു ഇടം പിടിക്കേണ്ടിയിരുന്ന ചിത്രം. അത്രയധികം പ്രതീക്ഷയോടെയാണ് സിനിമയുടെ അണിയർ പ്രവർത്തകരും മലയാളികളും ഒക്കെ എമ്പുരാന്റെ റിലീസിനെ കണ്ടിരുന്നത്. പക്ഷേ ചിത്രത്തിന്റെ റിലീസിന്റെ ആദ്യ ദിവസം തന്നെ വ്യാജ പതിപ്പുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. തമിഴ് സൈറ്റുകളിലാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ വരുന്നത്. ആ സൈറ്റിന്റെ പേര് നമ്മൾ പറയാത്തത് കൃത്യമായി. ആ ചിത്രം ഒരിക്കലും ഇങ്ങനെ ഒരു വ്യാജ പതിപ്പ് കൊണ്ടല്ല മലയാളികൾ കാണേണ്ടത്. അത് തിയേറ്ററിൽ പോയി തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു ചിത്രം. അല്ലെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് അത് എത്രത്തോളം എമ്പുരാൻ എന്ന ഒരു സിനിമ മലയാള സിനിമയെ ലോക സിനിമയിൽ തന്നെ ഇടം പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തിയേറ്ററിൽ പോയി തന്നെ ജനങ്ങൾ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്, ആ സിനിമയുടെ പ്രതിബദ്ധതയെ ബാധിക്കരുത് എന്ന ഒരു കാരണം കൊണ്ട് നമ്മൾ ആ സിനിമയുടെ വ്യാജ പതിപ്പുകൾ ഇറങ്ങിയ സൈറ്റുകൾ പറയുന്നില്ല. പക്ഷേ ഒരു തമിഴ് സൈറ്റിലാണ് ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ ഇത്തരത്തിൽ 1 മണിക്കൂർ മുന്നേ പ്രത്യക്ഷമായത്. വ്യാപകമായി തന്നെ ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നുണ്ട്. മലയാള പതിപ്പാണ് ഇപ്പോൾ സൈറ്റുകളിൽ പ്രത്യക്ഷമായിട്ടുള്ളത്. നേരത്തെ രാവിലെ തന്നെ ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ ഇറങ്ങിയെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അത് വെറും ഒരു വ്യാജ വാർത്തയായിരുന്നു. പക്ഷെ പിന്നീട് മണിക്കൂറുകൾ പിന്നിട്ട് 1 മണിക്കൂറിന് മുമ്പ് ഇപ്പോൾ വ്യാജ പതിപ്പുകൾ മലയാള പതിപ്പ് വ്യാപകമായി തന്നെ തമിഴ് സൈറ്റുകളിൽ കൂടി കിട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിനോടകം തന്നെ ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും മലയാള സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു. ഈ റെക്കോർഡ് ബുക്കിംഗ്, അതായത് ഇനി അടുത്ത ഒരാഴ്ചത്തേക്ക് പോലും ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത അവസ്ഥ. ആദ്യ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. രാവിലെ ഫസ്റ്റ് ഷോ കാണാനൊക്കെയുള്ള ആളുകളുടെ ഒരു തിരക്ക്, ലക്ഷദ്വീപിൽ നിന്ന് വരെ ആളുകൾ വന്ന് കാണുന്നു. അങ്ങനെ ഒരു മലയാള സിനിമയോട് ജനങ്ങളോട് ഇഷ്ടം. ഒപ്പം തന്നെ മോഹൻലാലിന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാളികൾ അത്രയധികം കാത്തിരിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ ലൂസിഫർ എത്രമാത്രം വലിയ വിജയമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അതിന്റെ 2ാം ഭാഗം വരുമ്പോൾ അതിനൊക്കെ ഏറെ പ്രതീക്ഷയോടെ ആയിരുന്നു പ്രേക്ഷകർ കാത്തിരുന്നത്. പക്ഷെ അതൊക്കെ ആ ചിത്രത്തിനോട്, മലയാള സിനിമയോടുള്ള ഒരു വഞ്ചന, അതിപ്പോൾ മലയാള പതിപ്പുകൾ വ്യാപകമായി തന്നെ പ്രചരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ. അതും ആദ്യ ദിവസം തന്നെ പുറത്തു വരുന്നത്. നേരത്തെ സിനിമ റിലീസായതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു ഡീഗ്രേഡിംഗ് ചിത്രത്തിന് നേരെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ വ്യാജ പതിപ്പുകൾ ഇറങ്ങിയെന്ന ഒരു വാർത്ത കൂടി വരുന്നത്. രേണുക, ശരി, ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശങ്കപ്പെടുത്തുന്നതാണ്, അണിയറ പ്രവർത്തകർക്കും ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. വ്യാജ പതിപ്പുകൾ ഇറങ്ങിയിരിക്കുന്നു എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റ് നടപടികളിലേക്കും അധികൃതർ കടന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എമ്പുരാൻ സിനിമ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാരോപിച്ച് സംഘപരിവാർ സംഘടനകൾ രംഗത്ത്. ഗുജറാത്തിലെ ഗോദ്ര കലാപത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് സിനിമ പങ്കുവെക്കുന്നതെന്നാണ് ആരോപണം. സംഘപരിവാർ നേതാക്കളായ KP ശശികല, J നന്ദകുമാർ എന്നിവർ സിനിമയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജിനും മോഹൻലാലിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ ഗ്രൂപ്പുകൾ നടത്തുന്നത്. അതേസമയം സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്ന് BJP നേതാവ് MT രമേശ് പറഞ്ഞു. ഗുജറാത്ത് കലാപം കഴിഞ്ഞിട്ട് എത്ര വെള്ളം ഒഴുകിപ്പോയി, ഞങ്ങൾ ഒരു സിനിമയും ബഹിഷ്കരിച്ചിട്ടില്ല. സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സിനിമയെ സിനിമയായി കാണാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നും MT രമേശ് പറഞ്ഞു. സിനിമയെ കാണാം. സംഘപരിവാറിനെതിരായിട്ട് എത്രയോ സിനിമകൾ നാട്ടിൽ ഇറങ്ങിയിട്ട് സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾക്കെതിരായിട്ട് എത്ര സിനിമ വന്നിട്ടുണ്ട്? ഞങ്ങൾ എന്തായി പോയി? സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയൂ. ഇഷ്ടമുള്ളവർക്ക് കാണാം, കാണാതിരിക്കാം. തിയേറ്ററുകൾ ഇളക്കി മറിച്ചാണ് എമ്പുരാൻ എത്തിയത്. ആവേശത്തിലായിരുന്നു ആദ്യ ദിനം തന്നെ എമ്പുരാൻ കണ്ടിറങ്ങിയ പ്രേക്ഷകർ. 6 വർഷത്തെ കാത്തിരിപ്പ് മുതലായി എന്നാണ് ആരാധകരുടെ അഭിപ്രായം. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ബൊമ്പം ഈ ആവേശമായിരുന്നു കേരളത്തിൽ എമ്പുരാൻ പ്രദർശിപ്പിച്ച ഓരോ തിയേറ്ററുകളിലും. ലാലേട്ടനെ ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ആരാധകർ. സംവിധായകൻ പൃഥ്വിരാജിന്റെ മികവ് കൂടി എത്തുന്നതോടെ എമ്പുരാൻ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. ആവേശത്തിന്റെ കൊടുമുടിയിലായിരുന്നു തലസ്ഥാനം. റിലീസിന് തലേ ദിവസം രാത്രി DJ ആഘോഷ പരിപാടികൾ ആരാധകർ സംഘടിപ്പിച്ചു. ഇന്ത്യൻ
ഇന്ത്യയിൽ രാവിലെ 6 മണിക്കാണ് ഷോ ആരംഭിച്ചതെങ്കിലും ആരാധകർ രാവിലെ 4 മണി മുതൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തി. ന്യൂ തിയേറ്ററിൽ ആ കാഴ്ചകൾ പ്രകടമായിരുന്നു. എന്തായാലും കാത്തിരിപ്പിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ചിത്രം തിയേറ്ററുകളിൽ തെളിഞ്ഞു. വരുന്ന ദിവസങ്ങളിൽ കുടുംബ പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായം കൂടി നേടുമ്പോൾ ചിത്രം എത്താൻ കഴിയില്ലെന്ന് കരുതിയ ചില കളക്ഷൻ റെക്കോർഡുകൾ പോലും തകർക്കപ്പെടും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. മോഹൻലാൽ ആരാധകരും സിനിമ ആരാധകരും ഒക്കെ വലിയ സന്തോഷത്തിലായിരുന്നു. രാവിലെ മുതൽ തന്നെ വലിയ ആഘോഷത്തോടെയാണ് അവർ എമ്പുരാന്റെ വരവ് ആഘോഷിച്ചത്. നമ്മൾ അത് ന്യൂസ് 18 തന്നെ പ്രേക്ഷകർ കണ്ടതാണ്. അതേസമയം സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനുള്ള നീക്കങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ നടക്കുകയാണ്. രാഷ്ട്രീയം, സിനിമ പറയുന്ന രാഷ്ട്രീയവും വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ കിരൺ ബാബു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, വലിയ രീതിയിൽ ഏറെ നാൾ കാത്തിരുന്നാണ് എമ്പുരാന്റെ വരവ് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ചെത്തിയ ചിത്രം പുറത്തിറങ്ങുമ്പോൾ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. അതിനോടൊപ്പം തന്നെ ചിത്രത്തെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. ഈ രാഷ്ട്രീയ നിലപാട്, ഈ സിനിമ പറയുന്ന നിലപാടാണോ ഈ ഡീഗ്രേഡിന് പിന്നിലും പ്രവർത്തിക്കുന്നത്? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണുക, മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഡീഗ്രേഡിംഗ് പലതരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം സംഘടിതമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും മുഖമില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ വ്യാജ പേരുകളിലുള്ള ആളുകളോ ഒക്കെയാണ് ഇത്തരം കമന്റുകൾ. ഇന്നായാലും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ താഴെയായാലും ശ്രദ്ധിച്ചാൽ അറിയാം, തുടർച്ചയായി ഒരേ ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ആളുകളാണ് തുടർച്ചയായി കമന്റുകളൊക്കെ ഇടുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് കടന്നുപോയിരിക്കുന്നു. ഈ സിനിമ ചില രാഷ്ട്രീയം കൂടി പറയുന്നുണ്ട്. ഇത് ഗുജറാത്ത് കലാപത്തെ അടക്കം ഈ സിനിമ മുഖ്യ വിഷയമാക്കുന്നുണ്ട്. അതിശക്തമായ അത്തരം ഒരു രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കുന്ന ചിലരുടെ ഭാഗത്തു നിന്ന് കൂടി അത്തരം ചില കമന്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. KP ശശികല അടക്കം അത്തരം ചില പ്രതികരണങ്ങൾ. ജെ നന്ദകുമാർ, അതോടൊപ്പം തന്നെ RSSന്റെ നേതാവ്, വാര്യംകുന്നനായി എമ്പുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. KP ശശികല പറയുന്നത് ഇതിലും വലിയ വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒന്നിച്ചു വന്നിട്ടുണ്ട്. ഗോദ്ര എന്താണ് ഗുജറാത്തുകാർക്ക് നന്നായി അറിയാം. ഹിന്ദുത്വം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് ഭാര്യൻ കുഞ്ഞൻ ചാടിയാലും ചട്ടിയോളം. അത്ര തന്നെ. ചുടാപ്പികൾ എന്തായാലും BJPക്ക് വോട്ട് ചെയ്യില്ല. ചെയ്യുന്നവരെയും ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നവരെയും മാറ്റിക്കാൻ ഭാര്യൻ കുന്നനല്ല ഓന്റെ ബാപ്പ വിചാരിച്ചാലും നടക്കില്ല. ഉഷപൂജയും ഉച്ചപൂജയും ഒക്കെ മുറയ്ക്ക് നടക്കട്ടെ. രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ജെ നന്ദകുമാറും KP ശശികലയും, ഇവർ രണ്ടുപേരും ഈ സിനിമയ്ക്കെതിരെ ഇത്തരത്തിലേക്കുള്ള പോസ്റ്റുകൾ കൂടി വന്നുകൂടെയാണ് അതിവ്യാപകമായ തരത്തിലേക്ക് ഇത്തരം പ്രചരണം ശക്തമായത്. സിനിമ പറയുന്ന രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയക്കാർ ആ പോസ്റ്റുകൾ, എന്നാൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ജെ നന്ദകുമാർ അടക്കം ഇടുമ്പോഴും അതിന്റെ പിന്നിൽ മറ്റു ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. ഇവിടെ സെൻസർ ബോർഡിലെ സെൻസർ ബോർഡിലെ ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിനിമയ്ക്ക് സെൻസർ ബോർഡ് അംഗീകാരം നൽകിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. മോഹൻലാലിനെതിരെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെതിരെയൊക്കെ അതിനിശ്ചിതമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. പൃഥ്വിരാജ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആളാണ്. ഭാര്യയും കുന്നനായി അഭിനയിക്കാൻ പോയ ആളാണ്. മോഹൻലാലിനെ അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹം പോയില്ല. ഇത്തരം വിഷയങ്ങളടക്കം എടുത്തുകൊണ്ടാണ് വലിയ തരത്തിലേക്കുള്ള ഒരു ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ ഒരു സിനിമയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രചരണം നടക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ സിനിമയ്ക്കുണ്ട് അങ്ങനെ ഒരു ഡീഗ്രേഡിംഗ് പ്രചരണം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേരില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മുഖമില്ലാത്ത ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ തുടർച്ചയായി കമന്റുകൾ ഇടുക എന്നുള്ളതായിരുന്നു. ഇന്ന് ഇപ്പോൾ അത് മാറിക്കൊണ്ട് സമൂഹത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടുപേർ തന്നെ നേരിട്ട് വന്നിരിക്കുന്നു. എന്നാൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് MD രമേശ് ഇതിനെ സിനിമയെ കാണണം എന്ന തരത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. മറ്റ് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളാരും പ്രതികരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കിരൺ, ഇതിൽ MD രമേശ് പറഞ്ഞത് സിനിമയെ സിനിമയായി കാണണം എന്നതാണ്. നമുക്കറിയാം പല ചിത്രങ്ങളും ബഹിഷ്കരിക്കുന്നതും ചില ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ അനുവദിക്കാത്തതും ചില റിലീസിൽ തിയേറ്ററുകളൊക്കെ തല്ലിപ്പൊളിക്കുന്നതുമൊക്കെ കേരളത്തിലല്ല നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആ തരത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിഷേധത്തിന്റെ ആഹ്വാനമായോ അല്ലെങ്കിൽ ബഹിഷ്കരണത്തിന്റെ ആഹ്വാനമായിട്ടോ ഒക്കെ വരുന്നുണ്ടോ? ആ നിലയിലേക്കൊക്കെ രൂപപ്പെടുന്നുണ്ടോ? അത്തരത്തിലേക്കുള്ളൊക്കെ രൂപപ്പെടാൻ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്തരം പോസ്റ്റ് ഈ രണ്ട് പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് ഉണ്ടായത്. പക്ഷേ കേരളത്തിന്റെ ഒരു പൊതു സാമൂഹിക സാഹചര്യത്തിൽ ഒരു മോഹൻലാൽ പ്രധാന നായകനായി വരുന്ന ഒരു സിനിമ, ആ സിനിമയെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രായോഗികമായി അത് എത്രത്തോളം നടക്കുമെന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ആഹ്വാനം നൽകിയാൽ തന്നെ സ്വാഭാവികമായും അതിനെതിരായി കുറെ ആളുകളുടെ പ്രതികരണം ഉണ്ടാവുകയും കൂടുതൽ ആളുകൾ സിനിമയിലേക്ക് വരാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഏകദേശം ഒരാഴ്ചക്കുള്ള സിനിമ ടിക്കറ്റ് ഓൾറെഡി ബുക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക്
സിനിമയ്ക്ക് ഒരാഴ്ച കൊണ്ട് ഇനി നെഗറ്റീവ് കമന്റ് വന്നാലും ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്താലും ഒന്നും സിനിമയെ അങ്ങനെ ഒരാഴ്ചത്തേക്ക് കാര്യമായി ബാധിക്കാൻ പോകുന്നില്ല. അത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്കൊന്നും സാധാരണഗതിയിൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാളും അങ്ങനെ നീങ്ങുമെന്ന് തോന്നുന്നില്ല. അത് പ്രായോഗികമായി കേരളത്തിൽ നടപ്പാക്കുകയും വളരെ പ്രയാസമായിരിക്കും. മോഹൻലാലിന്റെ ആരാധകർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരും ഒക്കെ ഉണ്ട് മോഹൻലാലിന്റെ ആരാധകരെ. പ്രത്യേകിച്ച് പൃഥ്വിരാജിനായാലും പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ അത്തരത്തിലേക്കുള്ള വലിയ തരത്തിൽ ആരാധകരൊക്കെ ഉള്ളതാണ്. അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സിനിമ നടനെ ഒരു സിനിമയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയത്തിനെതിരായി ഇതിലും രൂക്ഷമായ രീതിയിലുള്ള രാഷ്ട്രീയം പല സിനിമകളും പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ തന്നെ ഞാൻ രാവിലെ സിനിമ കണ്ടതാണ്, അതുകൊണ്ടാണ് ഈ സിനിമയിൽ തന്നെ കേരളത്തിലെ ഇടതു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ എന്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് സംശയിക്കാൻ എല്ലാ തരത്തിലും അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയൊക്കെ പ്രതിനിധീകരിക്കുന്നതും ഒക്കെ കഥാപാത്രമുണ്ട്. നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് ആരെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് മനസ്സിലാവും. അവരെയൊക്കെ വിമർശിക്കുന്ന ഭാഗങ്ങളൊക്കെ സിനിമയിലുണ്ട്. പക്ഷേ അവരുടെ ആരുടെയും ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും ഭാഗത്തു നിന്ന് ആ തരത്തിലേക്കുള്ള ഒരു എതിർപ്പോ അത്തരം കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പ്രധാനമായും ഇങ്ങനെയാണ്. ഔദ്യോഗികമായി BJPയും അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നത് പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. ഈ രണ്ട് പ്രതികരണങ്ങൾ വന്നത് ഒന്ന് RSS നേതാവിന്റെ ഭാഗത്തു നിന്നാണ്, അതോടൊപ്പം തന്നെ മറ്റൊന്ന് KP ശശികലയുടെ ഭാഗത്തു നിന്നാണ്. ഔദ്യോഗികമായി BJPയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, നേരത്തെ BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായും ഞാനും എമ്പുരാൻ കാണും എന്ന് ഒരു അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ വഴി മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രവും മോഹൻലാൽ അദ്ദേഹത്തെ കാണാനായി എത്തിയിരുന്നു. ആ ചിത്രം അടക്കം പങ്കുവെച്ചുകൊണ്ട് എമ്പുരാൻ വിജയിക്കട്ടെ എന്നും താനും എമ്പുരാൻ കാണും എന്നടക്കമുള്ള ചിത്രങ്ങളടക്കം ഉള്ള അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ വരുന്ന ഒരു കമന്റ് അനുസരിച്ച് മനഃപൂർവ്വം ഈ സംഘപരിവാർ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ആളുകളെയൊക്കെ കബളിപ്പിക്കുകയായിരുന്നു പൃഥ്വിരാജും മോഹൻലാലും ചേർന്നാണ്. ചിലർ പറയുന്നത് അങ്ങനെയല്ല, മോഹൻലാലിനെ പൃഥ്വിരാജ് കബളിപ്പിച്ചു, മോഹൻലാൽ ഈ സിനിമയൊന്നും അറിയാതെ അഭിനയിക്കാണ് ഉണ്ടായത്, മോഹൻലാലിന്റെ പണം വാങ്ങിക്കൊണ്ട് പൃഥ്വിരാജ് അദ്ദേഹത്തിന് അജണ്ട നടപ്പാക്കി എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ മോഹൻലാലിനെയും പോലെ ഒരു നടൻ ഒരു സിനിമയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ അതും അദ്ദേഹം എത്രയോ കാലമായി നിൽക്കുന്ന ഈ സിനിമയുടെ പുറകെ നിൽക്കുന്നതാണ്. സിനിമയ്ക്ക് വേണ്ടി വലിയ അധ്വാനമൊക്കെ അദ്ദേഹം തന്നെ എടുത്തിട്ടുണ്ട്. ഈ സിനിമയെ ഒരു ഹോളിവുഡ് സ്റ്റൈലിലൊക്കെയാണ് സിനിമയുടെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത്. ആ ഓരോ സീനും കണ്ടാൽ അറിയാം അതിനുവേണ്ടിയൊക്കെ എടുത്ത വലിയ അധ്വാനം. ആ സിനിമയിൽ അത്രത്തോളം ഇൻവോൾവ് ആയ ഒരു നടനെ കുറിച്ച് എന്തായാലും 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എമ്പുരാൻ എത്തുന്നത്. അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു. സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിലൊക്കെ വലിയ ചർച്ചകൾ ഉയരുകയാണ്. കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വീടുകൾ ഒരുങ്ങുന്നു. മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 7 സെന്റ് ഭൂമിയിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷയോടെ കണ്ട ഒരു കാര്യം കേന്ദ്ര സഹായമായിരുന്നുവെന്നും ദൗർഭാഗ്യവശാൽ ഇതേവരെ ഒന്നും ലഭിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവരുടെയും അനുമതിയോടെ വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. വലിയ സ്രോതസ് എന്ന നിലക്ക് നാം പ്രതീക്ഷിച്ചത് കേന്ദ്ര സഹായമായിരുന്നു. നിർഭാഗ്യവശാൽ ആ വഴിക്ക് ഇതേവരെ ഒന്നും ലഭിച്ചില്ല. ഇനി എന്താണ് ലഭിക്കുക എന്നത് പഴയ അനുഭവം വെച്ച് പ്രതീക്ഷിക്കാനും കഴിയാത്ത അവസ്ഥ. 529 കോടി രൂപയുടെ വായ്പ തിരിച്ചടക്കേണ്ട വായ്പയാണ്. എന്നാലും നാം ഇത് സാധ്യമാക്കുന്നു. വയനാട് പുനരധിവാസത്തിൽ പിഴവുകൾ പെരുപ്പിച്ചു കാട്ടി തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും നടത്തിയില്ല എന്ന് VD സതീശൻ. 8 മാസം താമസം വന്നു. ദുരന്തബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിലും കാലതാമസമുണ്ടായി. അതിനി ഉണ്ടാകരുത്. കേന്ദ്ര നിലപാട് സങ്കടകരവും പ്രതിഷേധാർഹവുമാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര നിലപാടിനെ വിമർശിച്ച് പ്രിയങ്ക ഗാന്ധിയും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും സഹായം തന്നില്ല. പ്രധാനമന്ത്രി വന്നിട്ടും ഒന്നും പ്രയോജനമുണ്ടായില്ല. വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒട്ടേറെ പേരുണ്ട്. ആ പ്രശ്നവും പരിഹരിക്കേണ്ടതുണ്ട്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതീവ സന്തോഷകരമാണ് എന്നും പ്രിയങ്ക പറഞ്ഞു. വയനാട് പുനരധിവാസത്തിനായി നൽകിയ ഭൂമിക്ക് ഉയർന്ന തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ല. ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് സിംഗിൾ ബെഞ്ച് അറിയിച്ചു. ഹർജി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടാൻ രജിസ്ട്രിക്ക് സിംഗിൾ ബെഞ്ച് നിർദ്ദേശവും നൽകി.
2026-27 അധ്യയന വർഷം മുതൽ സ്കൂൾ പ്രവേശന പ്രായം 6 വയസ്സാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നിലവിൽ 52% കുട്ടികളും 6 വയസ്സിലാണ് സ്കൂൾ പ്രവേശനം തേടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ സ്കൂൾ പ്രവേശനത്തിലുള്ള വയസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ടല്ലോ. ഔപചാരിക വിദ്യാഭ്യാസത്തിനായുള്ള സ്കൂൾ പ്രവേശന പ്രായം കേരളത്തിൽ 5 വയസ്സാണ്. ശാസ്ത്രീയ പഠനങ്ങളും മറ്റു നിർദ്ദേശിക്കുന്ന ഔപചാരിക വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ സജ്ജമാകുന്ന 6 വയസ്സിന് ശേഷം എന്നതാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായി വികസിത രാജ്യങ്ങളിലെല്ലാം ഔപചാരിക വിദ്യാഭ്യാസ പ്രവേശന പ്രായം 6 വയസ്സോ അതിന് മുകളിലോ ആക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുന്നത് ഇനി 2026-27 വരാൻ പോകുന്ന അക്കാഡമി അടുത്ത അക്കാഡമി മുതൽ 1ാം ക്ലാസ് പ്രവേശനം 6 വയസ്സാക്കി മാറ്റാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് നമ്മളൊരു ധാരണ. ഇപ്പോൾ തന്നെ 50% കുട്ടികളും 6 വയസ്സിലാണ് ചേരാൻ വരുന്നതെല്ലാം. അടുത്ത വർഷം. കാരണം ഒരു സമയം കൊടുത്താലേ അവർക്ക് പെട്ടെന്ന് 52% പേര് 6 വയസ്സ്. 52% ഇപ്പോൾ 6 വയസ്സാണ്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ മിനിമം നിരക്ക് 5 രൂപയാക്കണമെന്നതാണ് ആവശ്യം. നിലവിൽ 1 രൂപയാണ്. പുതിയ അധ്യയന വർഷത്തിൽ പുതിയ നിരക്ക് നടപ്പാക്കണമെന്നതാണ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന സർക്കാരിന് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകി. മെയ് ആദ്യം മുതൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമകളുടെ നേതാവ് ടി ഗോപിനാഥൻ പറഞ്ഞു. ഞങ്ങൾ ഈ വിഷയം ഈ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ വാഹന പ്രചരണ ജാഥ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ജാഥ ഞങ്ങൾ 3-ാം തീയതി ആരംഭിച്ച് 9-ാം തീയതി അവസാനിക്കുന്ന തരത്തിലാണ് ഞങ്ങളിത് ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അതിനുശേഷം ഞങ്ങളുടെ 25-ാം തീയതി 26-ാം തീയതി ഞങ്ങൾ സംസ്ഥാന അതിന്റെ വിഷയങ്ങൾ ഞങ്ങൾ പിന്നീട് പറയാം. അതിനുശേഷം ആണ് അവസാന വാരത്തിലാണ് ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഏപ്രിൽ അവസാന വാരത്തിലോ മെയ് ആദ്യ വാരത്തിലോ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ മറ്റ് സംഘടനകൾ, സംസ്ഥാനത്ത് വേറെ മറ്റ് സംഘടനകളൊക്കെ ഉണ്ട്, മറ്റ് സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് സംയുക്തമായിട്ട് ഒരു സമരം നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇടുക്കി അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. നായ്ക്കൾ കടിച്ചു കീറിയ നിലയിൽ പകുതി ശരീരഭാഗമാണ് കിട്ടിയത്. ജനിച്ച ഉടനെ ജീവനില്ലാത്തതിനാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കുഴിച്ചിട്ടതായാണ് പ്രാഥമിക നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, ദുഃഖകരമായ വാർത്തയാണ്. ഈ മൃതദേഹത്തിന് പഴക്കമുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം രാജകുമാരി സമീപം അരമനപ്പാറ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ കണ്ടെത്തിയത്. ഇവിടെ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായുള്ള ജോലിക്ക് അയച്ചതായിരുന്നു തൊഴിലാളികൾ. ഈ സമയത്താണ് ഒരു നായ മൃതദേഹാവശിഷ്ടം കടിച്ചുകൊണ്ട് പോകുന്നത് ശ്രദ്ധയിൽപ്പെടുകയും പരിശോധിക്കുകയും ചെയ്തത്. ശിശുവിന്റെ ആണെന്ന് മനസ്സിലാക്കിയത് അതിന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പകുതി ഭാഗത്തോളം നായ അടിച്ചു മുറിച്ച അവസ്ഥയിലാണ്. ഇത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശനിയാഴ്ച യുവതി കുഞ്ഞിന് ജന്മം നൽകിയതെന്നും എന്നാൽ കുഞ്ഞ് ജനിച്ചു ഉടനെ മരണപ്പെട്ടു എന്നാണ് മരണപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നുമാണ് ഇവർ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്ന് കുട്ടിയെ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ 7 മാസങ്ങൾക്ക് മുൻപ് ഇവരുടെ ഭർത്താവ് മരണപ്പെടുകയും ഇപ്പോൾ മറ്റൊരു യുവാവായാണ് വിവാഹിതരായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തും. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി റെക്കോർഡുകളിലേക്ക് അടക്കം അയക്കും. എന്തായാലും രാജാക്കാട് പോലീസ് സ്വീകരിച്ചു വരികയാണ്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. സ്പീക്കർ എൻ ഷംസീറിനെതിരെ KT ജലീലിന്റെ ഒളിയമ്പ്. നിയമസഭയിലെ പ്രസംഗത്തിന് കൂടുതൽ സമയമെടുത്തത് ക്രിമിനൽ കുറ്റമായി കാണുന്നവരോട് സഹതാപമെന്നാണ് ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഷംസീറിന്റെ ഇടപെടലുകളിൽ ഭരണപക്ഷ MLA-മാർക്കിടയിൽ തന്നെ വ്യാപക എതിർപ്പുകളുണ്ടെന്ന സൂചനകൾക്കിടയിലാണ് സ്പീക്കറിനെ ലക്ഷ്യമിട്ട് ജലീൽ പരസ്യ നീക്കത്തിന് തയ്യാറായത്. ഏറെ അഭിമാനകരമായിട്ടുള്ള ശ്രീ കെ വിജയന് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി 2B നമ്പർ പേര് അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ് ശ്രീ ജലീൽ. ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. നോ ഇവിടെ ഡിസന്റ് നോട്ട് തന്നവരോട് കാണിച്ചു, അവർ സഹകരിച്ചു. അതൊരു ധിക്കാരാണ്, അംഗീകരിക്കാൻ പറ്റില്ല. യെസ് സംസാരിക്കുക. ശ്രീ KT ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സഭക്കകത്ത്. യെസ് അങ്ങ് സംസാരിക്കും. സ്വകാര്യ സർവകലാശാല ബില്ല് സംബന്ധിച്ച ചർച്ചയ്ക്കിടെയാണ് ഈ രംഗങ്ങൾ നിയമസഭയിലുണ്ടായത്. ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഇല്ലെന്ന് വരെയുള്ള കടുത്ത പരാമർശങ്ങൾ സ്പീക്കർ നടത്തി. 2 ദിവസത്തിനിപ്പുറം സ്പീക്കർ ഷംസീറിനെതിരെ പരോക്ഷ പരാമർശങ്ങളുമായിട്ടാണ്
ജലീൽ രംഗത്ത് വരുന്നത്. നിയമസഭയിലെ പ്രസംഗത്തിന് അധിക സമയമെടുത്തത് ക്രിമിനൽ കുറ്റമായി കാണുന്നവരോട് സഹതാപം മാത്രം. താൻ 4 വട്ടം തുടർച്ചയായി ലീഗ് കോട്ടയിൽ നിന്നും വിജയിച്ചു വരുന്നയാളാണെന്ന് പോസ്റ്റിലൂടെ ജലീൽ ഓർമ്മിപ്പിക്കുന്നു. KT ജലീലിന്റെ പോസ്റ്റ് നിരവധി രാഷ്ട്രീയ സൂചനകൾ നൽകുന്നതാണ്. സ്പീക്കർ AN ഷംസീറിന്റെ നിയമസഭയിലെ ഇടപെടലുകളിൽ ഭരണപക്ഷ അംഗങ്ങൾക്ക് തന്നെ അതൃപ്തിയുണ്ട് എന്ന സൂചന നേരത്തെ തന്നെയുണ്ട്. ഷംസീറിന് മറുപടി നൽകുക എന്നത് കൂട്ടായ തീരുമാനമാണോ, അതോ തന്റെ രാഷ്ട്രീയ പ്രവർത്തനവും ഇടപെടലുകളും മുന്നണി നേതൃത്വത്തെ ഓർമ്മപ്പെടുത്താനാണോ ജലീൽ ലക്ഷ്യമിട്ടത്? KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പല സാധ്യതകളും കൽപ്പിക്കുന്ന കമന്റുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. PK ശ്രീമതിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസിൽ മാപ്പ് പറഞ്ഞ് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. PK ശ്രീമതിയുടെ മകന് മരുന്ന് കമ്പനിയുണ്ടെന്ന തരത്തിൽ TV ചർച്ചകളിൽ B ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശമാണ് വിവാദങ്ങൾക്കിടവെച്ചത്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്താവന നടത്തിയതെന്നും PK ശ്രീമതിക്കുണ്ടായ മാനനഷ്ടത്തിന് മാപ്പ് പറയുന്നതായും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കേസിൽ പരസ്യമായി മാപ്പ് പറഞ്ഞതോടെ നിയമ നടപടികൾ അവസാനിപ്പിക്കുന്നതായി PK ശ്രീമതിയും വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിക്കെതിരായ സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. സഭയ്ക്കുള്ളിൽ പ്രിയങ്കയോട് രാഹുൽ വാത്സല്യം പ്രകടിപ്പിക്കുന്ന വീഡിയോ BJP നേതാക്കൾ പ്രചരിപ്പിച്ചതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇക്കാര്യം സ്പീക്കറോട് വീണ്ടും ഉന്നയിക്കും. സഭയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ പാലിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് ഇന്നലെ സ്പീക്കർ നിർദ്ദേശിച്ചിരുന്നു. രാഹുലിന് മറുപടി സമയം നൽകാതെ സ്പീക്കർ സഭ നിർത്തിവെച്ചു. പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നതായി രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചിരുന്നു. കൊടകര കുഴൽപ്പണക്കേസിലെ ED കുറ്റപത്രം ലോക്സഭയിൽ ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. കേസന്വേഷണം BJPക്കായി ED അട്ടിമറിച്ചെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി BJP കേന്ദ്ര നേതാക്കളിൽ നിന്നാണ് കള്ളപ്പണം കേരളത്തിലെത്തിച്ചത്. ഇത് കേരള പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം നേതാക്കളിലേക്ക് പോകാതെ കള്ളപ്പണ കേസായി മാത്രം കണ്ട് ED അട്ടിമറിച്ചെന്ന് കൊടിക്കുന്നിൽ ആരോപിച്ചു. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ഭവ്യ ചേരും.